എന്തൊക്കെയുണ്ടോ? തന്നെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഞാനിവിടെ ഇല്ലാന്നേ, ഞാൻ നമ്മുടെ ബന്ധുക്കാരുടെയൊക്കെ എടുത്തായിരുന്നേ. ഇത് തൻ്റെ വീടായിരുന്നല്ലേ? ഇതെൻ്റെ വീടാ. കയറി വാ. ഇതിപ്പോ എന്നാ ഈ മോഷണം നടന്നേ? ഇത് ഇന്നലെ വൈകിട്ടാന്ന് എനിക്ക് തോന്നണേ. അപ്പൊ താനിവിടെ ഇല്ലായിരുന്നല്ലേ? ഇല്ല, ഞാൻ രാവിലെ വന്നേ. ആരാന്ന് കണ്ടിട്ടില്ല. ഇല്ല, എനിക്ക് ആരാന്ന് അറിയത്തില്ല. കുറച്ചധികം സാധനങ്ങൾ പോയിട്ടുണ്ട്. ഏതായാലും ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ. സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും കിട്ടുവാണെങ്കിലാണ് ഇത് ആരാ എന്താന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അകത്ത് കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ബാ. സാറിനിപ്പോഴും ഈ CID പണി തന്നെയല്ലേ? അതുകൊണ്ടല്ലേ താൻ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങ് ഓടിപ്പോന്നേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കഥക്. അതല്ല, അതിൻ്റെ ഉള്ളിൽ എന്താണ്? അത് കക്കൂസ സാറേ. ഓ, എന്താ സാറേ, ഇന്നലെ ഉരുളക്കിഴങ്ങിന്റെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പരിപാടി? അത് ഇന്നലെ ഒരു വീട്ടിൽ അന്വേഷണത്തിൽ ചെന്നപ്പോഴേ അവര് ഉരുളൻകിഴങ്ങ് വെച്ചൊരു വിഭവം ഉണ്ടാക്കി. അത് കഴിച്ചതിന്റെ എന്തോ ഒരു ചെറിയ പ്രശ്നം. തെളിവ് നമുക്ക് നോക്കാട്ടോ. പേടിക്കണ്ട. ഇതിപ്പോ ആരാണ് ഇത് നടത്തിയതെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാ. കാരണം നമുക്കിപ്പോ തെളിവ് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ തെളിവ് കിട്ടൂലേ? അങ്ങനെ കൃത്രിമമായി തെളിവുണ്ടാക്കി ഒരാളെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഞാൻ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരാളാ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞല്ലോ സാറേ, കുറച്ചു നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ബന്ധുക്കാരുടെയൊക്കെ എടുത്തായിരുന്നേ. വീടാണെങ്കിൽ ആകെ മൊത്തത്തിൽ പൂട്ടി കിടക്കുമായിരുന്നു. ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ല ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ മോഷണം പോയത് കുറച്ചധികം സാധനം മോഷണം പോയി. സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി തരാൻ പറ്റത്തില്ലേ? നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെളിവ് വേണം. തെളിവില്ലാതെ നമ്മൾ ഒരന്വേഷണവും മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിപ്പോൾ ഇത് തെളിവില്ലാത്ത സ്ഥിതിക്ക് ഈ അന്വേഷണം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എടോ, താൻ ഇത്രയും കാശും പണമൊക്കെ ഉള്ളൊരു വ്യക്തിയല്ലേ. താൻ ഈ ഇച്ചിരി സാധനം കാണാണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ 100 കൂട്ടം ജോലികളുള്ളൊരു CID ഞാൻ. അതിൻ്റെ ഇടയിലെ താൻ ഈ പരിപാടി കൊണ്ട് വരുന്നത്. എടോ, ഒരു കള്ളനൊരു മോഷണം നടത്തുന്നത് 3 കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒന്ന്, അവൻ്റെ തൊഴിൽ പാരമ്പര്യമായിട്ടും കള്ളത്തരം ആയതുകൊണ്ട്. 2, അവന് ജീവിച്ചു പോകാൻ വേറെ മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ 3-മത്തത്, അവനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ തൊഴിലിനെ കാണുന്നതുകൊണ്ട്. താനൊരു കാര്യം ചെയ്യ്, താൻ ഈ മോഷണം കണ്ടില്ലെന്ന് നടിക്ക്. അത് അങ്ങോട്ട് പോട്ടെ. കൊണ്ടുപോയത് അവനങ്ങ് കൊണ്ടുപോട്ടെന്നേ. എന്നാൽ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കുക. ഇനിയിപ്പോൾ വെറുതെ ഇവിടെ ഒന്ന് സമയം കളയണ്ട, ഓഫീസിൽ പോകാനുള്ള സമയമായേ. അപ്പം എല്ലാം പറഞ്ഞ പോലെ. സാറൊന്ന് നിന്നേ. എന്താ? അപ്പോൾ തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അന്വേഷണം മുമ്പോട്ടില്ല അല്ലേ? അത് ഞാൻ എത്ര പ്രാവശ്യം പറയണത്. തെളിവുണ്ടെങ്കിലല്ലേ ഇത് ആരാ ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്നാലേ എൻ്റെ കയ്യിലൊരു തെളിവുണ്ട്. ഈ ബൈക്കിന്റെ താക്കോല് ഇത് നിന്റെ അല്ലേടാ? എടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടില്ലെന്നങ്ങ് നടിച്ചേരെ.
ഏ കണ്ടില്ലെന്ന് നടിക്കാം. നിന്റെ ഈ ഡബിൾ റോള് കളി ഉണ്ടല്ലോ, അതും ഞാൻ കണ്ടില്ല എന്ന് നടിക്കാം. നിന്നെ അങ്ങ് കൊന്ന് കുഴിച്ചു മൂടിയിട്ട് അതും കാണാത്ത പോലെ ഞാൻ നടിക്കാം. ആരാടാ നീ ആരാ? നീയും ഈ നാട്ടുകാരും അല്ലേ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദയാനന്ദൻ, നരഭോജി ദയാനന്ദൻ. അയ്യേ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നീ എന്തിനാ ഈ വാളൊക്കെ എടുക്കണേ? ഞാൻ ഓടിയ പിന്നെ എന്നെ കിട്ടില്ല. ഈ കളി ഇത് ഫൗളായിരുന്നു. എടാ ഓഫീസിൽ പോകണം, CBI അല്ലേ ഞാൻ.